എടാ നിനക്ക് അഡ്മിഷൻ വല്ലതും ആയോ? എനിക്കൊക്കെ എവിടുന്ന് അഡ്മിഷൻ കിട്ടാനാടാ? ഞാനതങ്ങ് മറന്ന്. നീയൊക്കെ ജസ്റ്റ് പാസ്സാ. അപ്പൊ നല്ലൊരു കോളേജ് കിട്ടത്തില്ല. പിന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുന്തിയ കോളേജിലാ. മാർക്കുണ്ടായോണ്ട് ആദ്യം തന്നെ വിളിച്ച്. ഞാൻ പഠിച്ച് വലിയ നിലയിലായി കഴിഞ്ഞാലും നീയൊക്കെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും തന്ന് സഹായിക്കാം. നമ്മളൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചില്ലേ? ശരിയടാ, ഞാൻ അങ്ങോട്ട്. എടാ സുമേഷേ, നീയോ? എത്ര നാളായടാ നമ്മൾ കണ്ടിട്ട്. അന്ന് +2 കഴിഞ്ഞ് പോയതാ, പിന്നെ ഇപ്പോഴാ കാണുന്നേ. എടാ നീ അന്ന് പറഞ്ഞ ശരിയാ കേട്ടോ. എന്റെ മാർക്ക് വെച്ച് എനിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. പിന്നെ വീട്ടുകാരെല്ലാം കൂടെ ITക്ക് കൊണ്ടുവിട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, പഠിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് ജോലിയായി. ഞാനിപ്പോ ഗൾഫിലാ. 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ ബെൻസ് ബുക്ക് ചെയ്ത്, പിന്നെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീടൊക്കെ വെച്ച് ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ടാ. അയ്യോ, ഞാൻ എന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അടിയ നിന്റെ കാര്യം പറ. നീ ഇപ്പൊ എന്തോ ചെയ്യുന്നു? എടാ ഞാനിപ്പോ PSC എഴുതുന്നുണ്ട്. PSCയോ? ഇപ്പൊ ജോലിയൊന്നും ആയില്ല. ഉടനെ കിട്ടും. സാരമില്ലടാ, നിനക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്. അതോട് പെട്ടെന്ന് കിട്ടൂടാ. 10 വർഷമല്ലേ ആയുള്ളു. പിന്നെ പഠിക്കുമ്പോൾ നല്ല മുന്തിയ PSC കോച്ചിങ് സെന്റർ തന്നെ പോയിരുന്ന് പഠിക്കണം. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് വെച്ചാൽ 10-20 ഞാൻ തരാം. നമ്മളൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിച്ചില്ലടാ. എന്റെ ഇങ്ങനെ പൈസ അട്ടിയായിട്ട് വെച്ചേക്കുക. അയ്യോ, എന്റെ ഫോർച്യൂണർ വെയിലത്ത് കിടക്കുക. ഞാൻ ഒന്ന് മാറ്റിയിട്ടിട്ട് വരാം കേട്ടോ. പിന്നെ അടുത്ത ആഴ്ച ബെൻസ് വരുന്നതിന്റെ ഒരു പാർട്ടി ഉണ്ട്. നീ ഉറപ്പായിട്ടും പറഞ്ഞ. നിന്നെ ഞാൻ പ്രതീക്ഷിക്കും. പിന്നെ ആ ബെൻസിൽ കയറ്റി നിന്നെ ആ റൗണ്ട് അടിക്കും.